കലാകാരനും കലയില്ലാത്തവനും എന്നിങ്ങനെ മനുഷ്യരെ രണ്ടു തരത്തിൽ വിഭജിക്കാമെന്നും ഉള്ളിൽ കലയുള്ളവന് മാത്രമേ മറ്റൊരു മനുഷ്യന്റെ വേദനയും സങ്കടങ്ങളും തിരിച്ചറിയാൻ സാധിക്കൂ എന്നും കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. കാലം മാറുന്നതിനൊപ്പം ചരിത്രപരമായ ഓർമ്മകൾ നമുക്കുണ്ടായിരിക്കണമെന്നും ഗുരുവായൂർ സത്യാഗ്രഹം അത്തരത്തിലൊന്നാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ശോഭാ വിജയന്റെ കവിതാ സമാഹാരമായ മേഘശകലങ്ങൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയെ, പ്രപഞ്ചത്തെ ശ്രദ്ധിച്ചിട്ടുള്ളത് കവികളാണ്, കലാകാരന്മാരാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരുപാട് കാര്യം, ലോകത്ത് രണ്ടു തരം ആളുകളുള്ളൂ. ഒന്ന് കലാകാരനും മറ്റേ അത് കലയില്ലാത്ത ആളാണ്. അങ്ങനെ ആളുകളെ വേർതിരിക്കാനാണ് എനിക്കിഷ്ടം. അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടവും. കാരണം എന്താ വെച്ചാൽ മനസ്സിൽ കലയുള്ള ആളുകളാണ് അന്യരുടെ നിലവിളികളെ കുറിച്ച് ഓർത്തുകൊണ്ട് ഇരിക്കുന്നത്. അവരാണ് അയൽക്കാരന്റെ വിഷയത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മളുടെ കുട്ടിക്കാലവും ഇന്നത്തെ കുട്ടികളുടെ കുട്ടിക്കാലവും തമ്മിൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമ്മളത് പറയുമ്പോഴാണ് അതൊരു ചരിത്രമാകുന്നത്. കവിതയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇന്ന് കാണുന്ന കാര്യം പറയുമ്പോൾ നാളെ അത് ചരിത്രമാകുന്നു എന്നുള്ളതാണ്. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്രൈംബ്രാഞ്ച് DYSPയും എഴുത്തുകാരനുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ശ്രീകൃഷ്ണ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ TM ലത, എഴുത്തുകാരനും അധ്യാപകനുമായ അജിത് രുക്മിണി, നാടകകൃത്തും എഴുത്തുകാരനുമായ ലത്തീഫ് മമിയൂർ, എഴുത്തുകാരായ ശൈലജ, KR ശശിധരൻ, ചിത്രകാരൻ സുകുമാരൻ എന്നിവർ പുസ്തക പരിചയം നടത്തി. ചിത്രകാരൻ ഗായത്രി, കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടി, ഷക്കീല ഷംസുദ്ദീൻ, ശോഭാ വിജയൻ എന്നിവർ സംസാരിച്ചു. വറുതിക്കാലം അറുതി വരുത്തി മധുരം തന്നൊരു പ്ലാവ്, കഞ്ഞി കുടിക്കാൻ ആദ്യം കുത്തിയ പ്ലാവിലയും തന്നു, ഉണ്ണിപ്പുരയിൽ വെച്ചു കളിക്കാൻ പാത്രങ്ങൾ തന്നു, പോലീസായി ഗമയിൽ ചമയാൻ തൊപ്പി എനിക്കേകി, ഒളിച്ചു കളിക്കാൻ ഊഞ്ഞാലാടാൻ തുണയായി തണലായി, ആത്തിമുഴുത്തൻ നാട്ടുങ്ങൾക്ക് ഇലകൾ അമൃതായി, എൻ പാട്ടിനു പാടിയെടുത്തോർക്കെല്ലാം അഭയം നീയായി, ഓർത്തു വരുമ്പോൾ ബാല്യം മുഴുവൻ പടർന്നേ നിൽപ്പൂ നീ, ഓർക്കുവതെന്തിനു പഴയവ ചെറിയവ പുത്തൻ കാലത്തിൽ, ഓർക്കുവതെന്തിനു പഴയവ ചെറിയവ പുത്തൻ കാലത്തിൽ.